അവിടെ പഠിക്കുന്ന ഒരു കുട്ടിയുടെ രക്ഷകർത്താവാണ് അനിൽ ഗോപാലൻ. അദ്ദേഹത്തിൻ്റെ 2 മക്കളും അവിടെ പഠിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പരാതി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മക്കളുടെ അടുത്തേക്ക് ഇത്തരത്തിൽ ഈ പീഡന പരാതി മറ്റു പലരും പങ്കുവച്ചു. ചില ദുരനുഭവങ്ങൾ തങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട് എന്നാണ്. എന്തായാലും അദ്ദേഹത്തിൽ നിന്ന് തന്നെ ചോദിക്കാം. ശ്രീ അനിൽ ഗോപാലൻ, എന്തൊക്കെ കാര്യങ്ങളാണ് KCA ആസ്ഥാനത്ത് നടന്നത്? ഏതാണ്ടിപ്പോൾ ആദ്യം തന്നെ ഞാൻ ജനൻ ടി വിയോടുള്ളൊരു നന്ദി അറിയിക്കുകയാണ്, ഒരു രക്ഷകർത്താവ് എന്ന നിലയിൽ. കാരണം സമാനതകളില്ലാത്ത ഒരു കേസാണിത്. ഒരു ഇന്ത്യൻ സ്പോർട്സിൽ തന്നെ എനിക്ക് തോന്നുന്നില്ല 10 വർഷത്തോളമായിട്ട് ഇത്രയധികം കുട്ടികൾ പീഡിപ്പിക്കപ്പെട്ട്, ഒരാളാൽ പീഡിപ്പിക്കപ്പെട്ട ഒരു കേസ് തന്നെ ഇതിനു മുമ്പുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അത്രയും ഗൗരവമേറിയ ഒരു സംഭവം ഇന്ന് എനിക്ക് തോന്നുന്നു ഇന്ത്യ ഏറ്റവും കൂടുതൽ ക്രിക്കറ്റിൽ അഭിമാനിക്കുന്ന ഈ സമയത്ത് തന്നെ നമ്മുടെ ഈ നാട്ടിൽ നിന്നുണ്ടായി എന്ന് പറയുമ്പോൾ അത് വളരെ ഖേദകരമാണ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഒരു ഗൗരവം പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് ജനമധ്യത്തിലേക്ക് ഈ വിഷയം ഇന്ന് ചർച്ചയ്ക്ക് വെച്ച ജനൻ ടി വിയോടുള്ള സ്നേഹം ഞാൻ അറിയിക്കുകയാണ്. ഇത് ഒരു 10 വർഷത്തെ സംഭവമാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു 2018 മുതൽ അവിടെ സംഭവിച്ചുകൊണ്ടിരുന്നതാണ്. ഞാൻ എൻ്റെ കുട്ടിയുമായി ഞാനിവിടെ ചെല്ലുമ്പോൾ ഏതാണ്ട് 2021 ഞാൻ KCAയുമായിട്ട് ആദ്യമായി എൻ്റെ മക്കളെ അവിടെ ചേർക്കുന്നത്. അതിനുശേഷം ഉള്ള ഈ ആളിനെ എനിക്കറിയുള്ളൂ. അപ്പോൾ ഒരു 3-4 മാസത്തിനുള്ളിൽ തന്നെ എൻ്റെ മകളുടെ പ്രായമുള്ള ഒരു കുട്ടിയെ പീഡിപ്പിച്ചു എന്നുള്ളൊരു പരാതി അവിടെ ഉയർന്നിരുന്നു. അന്ന് ഞങ്ങൾക്ക് ഇദ്ദേഹത്തെ കൃത്യമായി അറിയില്ല. പക്ഷേ പിന്നീടാണ് ആ കേസ് സെറ്റിൽ ചെയ്ത് മാറുകയായിരുന്നു നമ്മൾ അറിയുന്നത്. എന്തായാലും ഇപ്പോൾ ഈ അടുത്ത സമയത്തായിട്ട് ഒരു കുട്ടി വളരെ യാദൃച്ഛികമായിട്ട് ഇദ്ദേഹത്തെ ഇവിടെ ഒരു പിങ്ക് ടൂർണമെൻറ്റ്, KCAയുടെ പിങ്ക് ടൂർണമെൻറ്റ് നടന്നിരുന്നു. അതിൽ പങ്കെടുക്കാൻ വന്ന ഒരു കുട്ടി ഇദ്ദേഹത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ പണ്ടുണ്ടായ ഒരു സംഭവത്തെ തുടർന്നാണ് ആ കുട്ടി നേരിട്ട് കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. അതേ തുടർന്ന് ശരിക്കും പറഞ്ഞാൽ പരാതികളുടെ ഒരു പ്രവാഹം തന്നെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഒരുപാട് പേര് പരാതി നൽകണമെന്ന് ആലോചിച്ച് നിൽക്കുന്നവരുണ്ട്. നമ്മൾ കരുതുന്ന പോലെയൊന്നുമല്ല. ഒരുപക്ഷെ ഒരുപാട് ഞാൻ ഈ അടുത്ത സമയത്ത് തന്നെ ഒരുപാട് കുട്ടികളെ കാണുകയും രക്ഷകർത്താക്കളെ കാണുകയൊക്കെ ചെയ്യുന്ന ഒരു മാനസികാവസ്ഥയിലാണ് ഞാനിവിടെ ഇരിക്കുന്നത് പോലും. കാരണം അത്ര ദുഃഖകരമാണ്. വളരെ കഷ്ടപ്പെട്ട് ഈ ക്രിക്കറ്റിലേക്ക് എല്ലാം മാറ്റിവെച്ച്, അതായത് സ്വന്തം ജീവിതം മുഴുവൻ ക്രിക്കറ്റിന് അർപ്പിച്ചുകൊണ്ടാണ് രക്ഷകർത്താക്കൾ ഓരോ കുട്ടികളെയും വളർത്തിയെടുക്കുന്നത്. അവരുടെ ഒരു 10 വർഷത്തെയും, ഞാൻ തന്നെ ഏതാണ്ട് 10 വർഷത്തോളമായി എൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ട് ഈ രംഗത്തേക്ക് ഇറങ്ങിയിട്ട്. ഞങ്ങളുടെയൊക്കെ ഒരു കഷ്ടപ്പാടിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഇവരൊരു നല്ല നിലയിൽ എത്തിക്കാണുക എന്നുള്ളതാണ്. മറിച്ച് ഇതുപോലെയുള്ളൊരു ദുരന്താവസ്ഥകളിലേക്കൊക്കെ എത്തിപ്പെടുന്ന കുട്ടികളുടെ പേരൻസിനെയൊക്കെ നമ്മൾ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്ന് ഞങ്ങൾക്കറിയില്ല. അതെ, തീർച്ചയായും. ശ്രീ അനിൽ ഗോപാലൻ, ഒരു വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ്. ഈ മനു എന്ന് പറയുന്ന പരിശീലകൻ എത്ര വയസ്സുവരെയുള്ള കുട്ടികൾക്കാണ് പരിശീലനം നൽകുന്നത്? ശരിക്കും പറഞ്ഞാൽ പെൺകുട്ടികളുടെ കോച്ചെന്നാണ് എനിക്ക് അറിവുള്ളത്. അങ്ങനെ ഒരു ഏജ് ലിമിറ്റ് എനിക്ക് അവിടെ 23 വയസ്സ് 22 വയസ്സൊക്കെ ഉള്ള കുട്ടികൾ അവിടെ ഉണ്ട്. 8 വയസ്സ് അദ്ദേഹത്തിൻ്റെ പ്രായപൂർത്തി പ്രായം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു 8 വയസ്സാണെന്നാണ് എനിക്ക് തോന്നുന്നത്. 8 വയസ്സുള്ള കുട്ടികളോട് വരെ വളരെ മോശപ്പെട്ട രീതിയിലുള്ള ഒരു പ്രാകൃതമായ എന്താ പറയുക, ഒരു മനുഷ്യൻ കേട്ടാൽ അറയ്ക്കുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങളാണ് ഇയാൾ ചെയ്തിട്ടുള്ളതെന്നാണ് ഇപ്പോൾ കുട്ടികളിൽ നിന്ന് പറഞ്ഞറിയുന്നത്. അത് അങ്ങനെ ഒരു ഏജ് ലിമിറ്റില്ല, പ്രത്യേകിച്ച് മനുവിന് ഒട്ടും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്.